ഹായ് നമസ്കാരം എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നിൽക്കുന്നത് നമ്മളെ വയനാട് ജില്ലയിലാണ് കേട്ടോ. വയനാട് ജില്ലയിൽ നമ്മളെ കൽപ്പറ്റ മുനിസിപ്പാലിറ്റിയിൽ പെട്ടിട്ടുള്ള കൽപ്പറ്റ ടൗണിൽ ഒരു 3.5 കിലോമീറ്റർ അകലത്തിൽ ഇതാക്കുന്ന സൈലൻ്റ് ആയിട്ടുള്ളൊരു ഏരിയയിൽ നല്ലൊരു ഹൗസ് പ്ലോട്ട് വിൽപ്പനയ്ക്ക് വന്നിട്ടോ. മൊത്തം 24 സെൻറ്റ് സ്ഥലമാണ് വരുന്നത്. അപ്പോൾ ഈ കണ്ടതാണ് സ്ഥലം കേട്ടോ. അപ്പോൾ ഈ ഒരു സ്ഥലത്തിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വിശേഷങ്ങളാണ് ഇന്ന് നിങ്ങളെ കാണിക്കാൻ പോകുന്ന. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുടെ മറക്കാം സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്കിൽ ഇൻസ്റ്റാഗ്രാമിലും കാണുന്നവർ പേജ് മറക്കാതെ ഫോളോ ചെയ്യുക. പിന്നെ നിങ്ങളെ വീട് സ്ഥലം പ്രോപ്പർട്ടി ഒക്കെ സെയിൽ ചെയ്യാനൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ പരസ്യം ചെയ്തുകൊണ്ടൊക്കെ വിൽക്കാനൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ മേലെ കാണാൻ നമ്മളെ നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ. അപ്പോൾ നമുക്ക് ഈ സ്ഥലത്തിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വിശേഷങ്ങളിലേക്ക് ഒന്ന് പോയി നോക്കാം. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം. ഇനി നമ്മൾ ഈ പ്ലോട്ടിലോട്ട് വരാനുള്ള വഴി സൗകര്യമൊക്കെ പറഞ്ഞു കേട്ടോ. നമുക്ക് ഈ റോഡ് വരുന്നത് നമുക്ക് കൽപ്പറ്റയിൽ നിന്ന് വരുന്ന റോഡാണ്. കൽപ്പറ്റ ഏകദേശം 3.5 കിലോമീറ്ററാണ് നമ്മൾ ഈ പ്ലോട്ടിലോട്ടുള്ള ദൂരം എന്ന് പറയുന്നത് കേട്ടോ. മണിയങ്കോട് എന്നാണ് നമ്മളെ ഈ സ്ഥലത്തിൻ്റെ പേര്. നമ്മളെ സ്ഥലത്തിൻ്റെ അതിര് ഇതാക്കണം ഇവിടെ നിന്നാണ് തുടങ്ങുന്നത് കേട്ടോ. ഫ്രണ്ടേജ് അതിര് ഇവിടുന്ന് തുടങ്ങുകയാണ്. ഇവിടുന്ന് അങ്ങോട്ടാണ് നമ്മളെ സ്ഥലം കിടക്കുന്നത്. ചുറ്റുഭാഗം ഫുള്ള് ഇതേപോലെ കമ്പിവേലിട്ട് അതിരെല്ലാം ഫുള്ള് ക്ലിയർ ആക്കിയിട്ടേക്കുന്നതാണ് കേട്ടോ. പിന്നെ ഇതാക്കണം ഈ റോഡിൻ്റെ ഇപ്പുറം ഭാഗത്തേക്ക് ഇങ്ങോട്ട് നോക്കി അവിടെയൊക്കെ ഇഷ്ടം പോലെ വീടുകളുണ്ട്. ഒരുപാട് ആൾക്കാർ താമസിക്കുന്ന നല്ലൊരു ഏരിയ കേട്ടോ. പിന്നെ പുതിയ ഒരു പ്ലോട്ട് ഇവിടെ സെയിലായിട്ടുണ്ട്. ഇവിടെ കഴിഞ്ഞപ്പോൾ പുതിയ വീടുകളൊക്കെ വരാനുള്ളതാണ്. ഇതിപ്പോൾ സെയിലായിട്ടുള്ള വേറെ ആൾക്കാരുടെ സ്ഥലങ്ങളാണ് കേട്ടോ. പിന്നെ ആ കാണുന്നത് ഒരു അപ്പാർട്ട്മെൻറ്റാണ്. ഇനിയിപ്പോൾ വേണമെങ്കിൽ നമ്മൾ ഈ ഒരു സ്ഥലങ്ങൾ എടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിനകത്ത് ഒരു അപ്പാർട്ട്മെൻറ്റൊക്കെ ആക്കണമെന്നുണ്ടെങ്കിൽ അതിനും കൂടെ പറ്റുന്ന സ്ഥലമാണ് കേട്ടോ. പിന്നെ നമ്മൾ ഈ പ്ലോട്ടിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത പറഞ്ഞതാക്കണം ഫ്രണ്ടിൽ ഈ റോഡ് ഉണ്ടാവും പോലെ നമുക്ക് ഈ സൈഡിലോട്ട് ഇങ്ങോട്ടും ടാറിങ് റോഡ് വരുന്നുണ്ട് കേട്ടോ. വേണമെങ്കിൽ ഈ ഒരു സ്ഥലങ്ങൾ എടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്ലോട്ടുകളായി കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ 2 പ്ലോട്ടാക്കി തിരിച്ചിട്ട് അങ്ങനെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതിനും കൂടിയും പറ്റുന്ന സ്ഥലമാണ് കേട്ടോ. ഇനി വരെ നമുക്ക് പ്ലോട്ടിനകത്തോട്ട് പോയി നോക്കാം കേട്ടോ. പിന്നെ ഇനി നമുക്ക് ഈ ഒരു സ്ഥലത്തുനിന്ന് മൈസൂരൊക്കെ പോകണം എന്നൊക്കെ ഏകദേശം ഒരു 140 കിലോമീറ്റർ ദൂരമുള്ളത്. അതുപോലെ തന്നെ നമുക്ക് ബാംഗ്ലൂരിനും പോകാം. അങ്ങോട്ട് ഏകദേശം ഒരു 280 കിലോമീറ്റർ ദൂരമുള്ളത് കേട്ടോ. പിന്നെ നമുക്ക് കോഴിക്കോടിനാണെങ്കിൽ ഒരു 80 കിലോമീറ്ററും കോഴിക്കോട് എയർപോർട്ടിലോട്ട് നമുക്കൊരു 90 കിലോമീറ്റർ ദൂരമുള്ളത് കേട്ടോ. ഇനി വരെ നമുക്ക് സ്ഥലത്തിനകത്തോട്ട് പോയിട്ട് മൊത്തത്തിലൊന്ന് കാണാം. ഇതൊക്കെ ഇങ്ങോട്ട് വരുമ്പോൾ ഈ സൈഡിലും ഫുള്ള് അതിര് കമ്പിവേലിയിട്ട് ഫുള്ള് ബൗണ്ടറി തിരിച്ചിട്ടേക്കുന്ന സ്ഥലമാണ് കേട്ടോ. സ്ഥലം എന്ന് പറഞ്ഞാൽ ഒരു 1.5 ഹലുവ കഷ്ണം മാറ്റാൻ ലെവലായി കിടക്കുന്ന സ്ഥലമാണ്. കണ്ടില്ല ഞങ്ങൾ ഇതാക്കണം ഈ ഒരു ഭാഗത്ത് ഫുള്ള് റോഡ് ലെവലിലാണ് നമ്മളെ പ്ലോട്ട് കിടക്കുന്നത് കേട്ടോ. കണ്ടില്ല ഞങ്ങൾ അവിടെ വന്ന് നോക്കി നമ്മളെ സ്ഥലം കിടക്കണം. അല്ല കിണ്ണം കാച്ച മുതൽ സ്ഥലമാണ് അവിടെ നോക്കിയാണ്. ഇതിപ്പോൾ നമ്മൾ നേരത്തെ സ്റ്റാർട്ടിങ്ങിൽ കണ്ട അപ്പാർട്ട്മെൻറ്റാണ് കാണുന്നത് കേട്ടോ. ഞാൻ ഒരു സൈഡിൽ വേണമെങ്കിൽ നമുക്ക് അവിടെ കുറച്ച് മണ്ണ് നീക്കി കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ആ ഒരു സൈഡ് റോഡ് ലെവലിലായി കിട്ടുകയും ചെയ്യും. ഈ ഒരു ഭാഗം ഫുള്ള് റോഡ് ലെവലിലാണ് ഇപ്പോൾ നിലവിൽ കിടക്കുന്നത് കേട്ടോ. പിന്നെ ഇവിടെ അങ്ങോട്ട് മൊത്തത്തിലുള്ള വ്യൂ കണ്ടില്ല ഞങ്ങൾ. നല്ലൊരു സൈലൻ്റ് ആയിട്ടുള്ളൊരു ഏരിയ. ഇനിയിപ്പോൾ ഒരു വീടൊക്കെ വെച്ച് താമസിക്കുകയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം ചെറുവക കൃഷിയൊക്കെ ചെയ്യണം എന്നൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ അതിനൊക്കെ നല്ല മണ്ണുള്ള സ്ഥലം കൂടി കേട്ടോ. വല്ല തെങ്ങും തൈയോ കവുങ്ങും തൈയോ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നടണം എന്നൊക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ നല്ല മണ്ണുള്ള സ്ഥലം തന്നെയാണ്. പിന്നെ ഇതാക്കണ ആ ഒരു സൈഡിലോട്ട് ഇങ്ങോട്ടും അതിലെല്ലാം ക്ലിയർ ആക്കിയിട്ടേക്കണം. അവിടെ കമ്പിവേലി ഇട്ടേക്കുന്നതാണ്. ഇപ്പോൾ പ്ലോട്ടിൻ്റെ ബാക്ക് സൈഡിലോട്ടാണെങ്കിൽ ആ ഒരു ഭാഗത്തോട്ടാണെങ്കിൽ അവിടെയും ഫുള്ള് അതിൽ തിരിച്ചിട്ടേക്കുന്ന സ്ഥലമാണ് കേട്ടോ. പിന്നെ അതിൻ്റെ അപ്പുറത്തോട്ട് വേറെ ആൾക്കാരുടെ സ്ഥലങ്ങളാണ്. അപ്പോൾ എങ്ങനെയുണ്ട് നമ്മളെ സ്ഥലം കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ നല്ല ലെവലായി കിടക്കണം. കണ്ണായ സ്ഥലം എന്നൊക്കെ പറയില്ല, നല്ല ലെവലായി ഫ്ലാറ്റായി കിടക്കണ സ്ഥലം എന്നൊക്കെ പറയില്ല. അജാതി മുതൽ സ്ഥലമാണ്. പറമ്പിൻ്റെ നടുവിൽ ഇതാക്കണം. ഇവിടെ ഒരു ഗ്ലാസ് വെള്ളം വെച്ചാൽ 4 ഭാഗത്തേക്കൊണ്ട് ഒഴുകിയെത്തും. അജാതി മുതൽ സ്ഥലമാണ് കേട്ടോ. ഇനി നമുക്ക് ഇങ്ങോട്ട് ഫ്രണ്ടിലോട്ട് ഈ ഭാഗത്തേക്കൊന്ന് പോയി കാണിച്ചു തരാം. നമ്മൾ ഫസ്റ്റ് കണ്ട ആ ഭാഗത്തുള്ള വീടുകളൊക്കെ കണ്ടോ. ഇഷ്ടംപോലെ വീടുകളുണ്ട് അങ്ങോട്ടൊക്കെ. പുതിയ വീടിൻ്റെ എല്ലാം വർക്കുകൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കണ്ടില്ലേ 1 2 3 വീടിൻ്റെ വർക്ക് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കണ്ടില്ല ഞങ്ങൾ ഇതാക്കണം. ഇതൊന്ന് അപ്പുറത്തൊന്ന് അതിൻ്റെ അപ്പുറത്തൊന്ന്. പിന്നെ ഏത് വാഹനങ്ങൾ വേണേലും പ്ലോട്ടിനകത്തോട്ട് വരാനുള്ള വഴി സൗകര്യമുണ്ട്. ഇനിയിപ്പോൾ ഫ്രണ്ടിലോട്ട് ഈ ഭാഗത്താണ് ഇപ്പോൾ ഒരു വീട് വെക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ഈ ടാറിങ് റോഡ് ഫ്രണ്ടേജ് ഉണ്ടാവും. ഇനിയിപ്പോൾ അതിൽ ആ സൈഡിലേക്കാണ് ഇങ്ങോട്ടാണ് ഒരു വീട് വെക്കണമെന്നുണ്ടെങ്കിൽ ഇവിടേക്ക് നമുക്ക് ടാറിങ് റോഡ് ഫ്രണ്ടേജ് കിട്ടുന്നതാണ് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ഇവിടെ പുതിയ വീട് വരും അല്ലെങ്കിൽ അപ്പാർട്ട്മെൻറ്റൊക്കെ ആയിരിക്കും. അപ്പോൾ അതുപോലെ ഇങ്ങനെയുള്ള പർപ്പസിനൊക്കെ എടുക്കാൻ പറ്റിയ നല്ല കിണ്ണം കാച്ച മുതൽ സ്ഥലമാണ് കേട്ടോ. നമ്മളിപ്പോൾ അവിടെ നിന്നാണ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മളെ സ്ഥലം കണ്ടില്ല ഞങ്ങൾ. ഇനിയിപ്പോൾ നമ്മൾ ആ ഒരു സ്ഥലം നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനകത്ത് വെള്ളത്തിൻ്റെ സൗകര്യത്തിന് കിണർ കുഴിച്ചാൽ വെള്ളം കിട്ടും, അല്ലെങ്കിൽ ബോർവെല്ലൊക്കെ ആക്കി കഴിഞ്ഞാൽ വെള്ളമൊക്കെ കിട്ടുമെന്നൊക്കെ ഒരു സംശയം ഉണ്ടാവും. നമ്മളിപ്പോൾ ഒരു സ്ഥലം എടുക്കുമ്പോൾ നമുക്ക് ഏറ്റവും മെയിനായിട്ട് വേണ്ട വെള്ളമാണല്ലോ. അപ്പോൾ തൊട്ടടുത്ത് നമ്മൾ ഈ ഒരു പ്ലോട്ടിൻ്റെ അടുത്ത് ഇവിടെ ഒരു പഞ്ചായത്തിൻ്റെ കിണറുണ്ട് കേട്ടോ. അപ്പോൾ ഇതിനകത്തൊന്ന് നോക്കിയാൽ വലിയ കിണറാണ്. അപ്പോൾ ഇതിനകത്ത് വെള്ളമൊക്കെ ഇഷ്ടം പോലെ ഉണ്ടാവും. നോക്കി വലിയ കിണറാണ് കേട്ടോ. നല്ല നിറയെ വെള്ളമുണ്ട്. വെള്ളത്തിനൊന്നും ഒരു ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നുമില്ല. ഇനിയിപ്പോൾ നമ്മളൊരു കിണറോ ബോർവെല്ലൊക്കെ ആയി കഴിഞ്ഞാൽ വെള്ളമൊക്കെ ഇഷ്ടംപോലെ കിട്ടുകയും ചെയ്യും. പിന്നെ അങ്ങോട്ട് നോക്കി നേരത്തെ കാണിച്ചെന്നാണ് ആ വീടുകളൊക്കെ പുതിയ വീടുകളെല്ലാം വരുന്നുണ്ട് പറഞ്ഞില്ലേ, അതാണ് ആ കാണുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ ഈ സ്ഥലത്തിൻ്റെ മൊത്തത്തിലുള്ള ഡീറ്റെയിൽ പറഞ്ഞാൽ. സ്ഥലമൊക്കെ വന്ന് കണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. അജാതി മുതൽ നല്ല രസമുള്ളൊരു ഏരിയ ആണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മളെ സ്ഥലത്തിൻ്റെ മൊത്തത്തിലുള്ള ഡീറ്റെയിൽ പറഞ്ഞാൽ കേട്ടോ. അപ്പോൾ ഇങ്ങനെ നമ്മളെ സ്ഥലം കാര്യങ്ങൾ കണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. സ്ഥലം പേര് നമ്മളെ വയനാട് ജില്ലയിലെ കൽപ്പറ്റ ടൗണിൽ നിന്ന് വെറും 3.5 കിലോമീറ്റർ മാത്രം അകലത്തിൽ മണിയങ്കോട്
പാളയംകോട്ട് എന്നാണ് നമ്മൾ ഈ ഒരു സ്ഥലത്തിൻ്റെ പേര് കേട്ടോ. ഏത് വാഹനങ്ങൾ വേണമെങ്കിലും വരാനുള്ള റോഡ് സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ വിലയും ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ അറിയാൻ ഓണറുടെ നമ്പർ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. ഡയറക്റ്റ് എത്രയും പെട്ടെന്ന് ഓണറുമായിട്ടൊന്ന് കോൺടാക്ട് ചെയ്യാം കേട്ടോ. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സോ ഫാമിലിയോ റിലേഷൻ ആരെങ്കിലും ഇതേപോലെ ഈ ഒരു ഏരിയയിൽ സൈലൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയയിൽ വീടൊക്കെ വെച്ച് താമസിക്കാനൊക്കെ ഉദ്ദേശിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ മാക്സിമം അവർക്ക് വേണ്ടിയിട്ട് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നിങ്ങളുടെ സ്ഥലങ്ങൾ ഏതെല്ലാം നമ്മളെ കാസർഗോഡ് ജില്ലയിലോ കണ്ണൂർ ജില്ലയിലോ വയനാട് ജില്ലയിലോ മലപ്പുറം ജില്ലയിലോ വിൽക്കാനുണ്ടെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി പരസ്യം ചെയ്ത് വിൽക്കാനൊക്കെ താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങളുടെ നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്യാം. ഞങ്ങളുടെ നമ്പർ 98 95 18 18 86 ആണ്. അപ്പോൾ നമുക്ക് മറ്റൊരു അടിപൊളി കിട്ടലും പ്ലോട്ടിൻ്റെ വിശേഷമായിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ. ബൈ.